ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു ഫ്രണ്ട് പ്ലേറ്റഡ് നൈറ്റി എളുപ്പത്തിൽ തയ്ക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 3 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ സെപ്പറേറ്റാണ് കട്ട് ചെയ്യുന്നത്. മീറ്ററിന് 80 രൂപ വരുന്ന തുണിയാണിത്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗം അടിവശത്തേക്ക് വെച്ചിട്ട് ഫോൾഡ് ചെയ്യാത്ത ഭാഗത്തു നിന്നാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്ത ആ ഭാഗത്തുനിന്ന് ബാക്കി വരുന്ന ഭാഗം സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കിവിടെ ലെങ്ത്ത് വരുന്നത് 53 ഇഞ്ചാണ്. അപ്പോൾ ഞാനതിൻ്റെ 53ൻ്റെ കൂടെ 1.5 ഇഞ്ച് തുന്നൽ തുമ്പ് ആഡ് ചെയ്തിട്ട് 54.5 ഇഞ്ച് ഇവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് വശത്തെ പീസ് ഒന്ന് ഇവിടെ മാറ്റി വെക്കാം. നൈറ്റിൻ്റെ ബാക്ക് പാർട്ടാണ് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റൊക്കെ ബാക്ക് പീസിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ എനിക്ക് 8 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തുന്നൽ തുമ്പ് ആഡ് ചെയ്തിട്ട് 8.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 3.25 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. നെക്കിൻ്റെ ഇറക്കം നമ്മൾ 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഇതൊന്ന് ബോക്സാക്കി വരച്ചിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ നമ്മൾ 8.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് 8.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഈ ആം ഹോളിൻ്റെ തൊട്ട് താഴെ നമുക്ക് ചെസ്റ്റ് എത്രയാണോ വരുന്നതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ചെസ്റ്റ് 13 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് തുന്നൽ തുമ്പ് ആഡ് ചെയ്തിട്ട് ഞാനിവിടെ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത ഈ തൊട്ട് താഴെ വെച്ച് ചെസ്റ്റ് മാർക്ക് ചെയ്ത അവിടേക്ക് ഇതേപോലെ ഒന്ന് ബോക്സാക്കി വരച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നമ്മൾ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ കൈക്കുഴി ഒന്ന് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം മേൽഭാഗത്ത് നിന്ന് ഒരു 12 ഇഞ്ച് അല്ലെങ്കിൽ 13 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തിയതിനേക്കാളും 1 ഇഞ്ച് ലെസ് ചെയ്തിട്ട് നമുക്ക് 14 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഹിപ്പ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ ഹിപ്പ് വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തുന്നൽ തുമ്പ് 2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ നേരെ താഴോട്ടേക്ക് ലൈൻ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ മാക്സിക്ക് സാധാരണ 36 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ താഴ്വശത്തേക്ക് വീതി കൂട്ടിയിട്ട് ഒന്ന് ലൈൻ കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ബാക്ക് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് വശം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഇവിടെ മാറ്റി വെച്ച ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇതേപോലെ 2ആയി ഫോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഈ അറ്റത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ അറ്റത്താണ് തുണി വെച്ച് കൊടുക്കുന്നത്. ഈ ബാക്കിയുള്ള ഈ പീസ് നമുക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ അറ്റത്ത് ഇതിൻ്റെ ആം ഹോൾ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഷോൾഡറും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മളിവിടെ ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നെക്ക് നമ്മൾ ഇപ്പം കട്ട് ചെയ്യുന്നില്ല കേട്ടോ. നെക്ക് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്താണ് കട്ട് ചെയ്യുന്നത്. ഇനി അതിന് ശേഷം നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ച ഷോൾഡർ പോയിൻ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നെക്കിൻ്റെ സെൻറ്ററും നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബാക്കിയുള്ള തുണി എടുത്തിട്ട് ഇവിടെ ഇതേപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ആം ഹോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 11 ഇഞ്ച് 9 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തുന്നൽ തുമ്പ് ആഡ് ചെയ്തിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ ലെങ്ത്ത് 12.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 14 ഇഞ്ച് ലെങ്ത്ത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൈക്കുഴി കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി അടിവശത്തുള്ള വീതി നമ്മൾ ഒരു 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോയിൻ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ നേരത്തെ മാർക്ക് ചെയ്ത ഈ 3 ഇഞ്ചിലേക്ക് നമുക്ക് ആം ഹോൾ ഒന്ന് ഇതേപോലെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഫ്രണ്ട് വശം നിവർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഷോൾഡർ ഭാഗവും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷോൾഡർ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇതേപോലെ ചെറുതായി നമുക്ക് ഇതേപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്ലീറ്റ് ഇടുമ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിലുള്ള പ്ലീറ്റുകൾ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഇതേപോലെ ചെറുതായി ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് 1 ഇഞ്ചോ 2 ഇഞ്ചോ വീതിയുള്ള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സെൻട്രൽ പോയിൻ്റ് വരെ ഞാനിപ്പോൾ ഇവിടെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്കും ഇതേപോലത്തെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഷോൾഡർ ചെയ്ത ഈ ഒരു പോയിൻ്റ് വരെയാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഈ പ്ലീറ്റിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ പ്ലീറ്റ് നീങ്ങി പോകാതാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട സൂചി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് പിൻ ചെയ്ത് വെക്കാണ്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 6 ഇഞ്ച് ലെങ്ത്താണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഈ 6 ഇഞ്ച് നീളത്തിൽ നമുക്ക് ഈ പ്ലീറ്റ് ഒന്നിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നീളത്തിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 12 ഇഞ്ച് വീതിയും 10 ഇഞ്ച് ലെങ്ത്തുമുള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതേ നീളത്തിലും വീതിയിലുമുള്ള ഒരു ബ്ലാക്ക് പീസ് ഇതേപോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തൊരു പീസാണ് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് നമ്മുടെ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിത് ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വെടുത്ത് 3.25 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നെക്കിൻ്റെ ഡിസൈൻ നമുക്ക് ഈ ക്യാൻവാസിൽ വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പോയിൻറ്റിൽ ഇവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊരു റൗണ്ട് ഷേപ്പ് നെക്ക് വരയ്ക്കുകയാണ്. ഇതേപോലെ ഇവിടെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് തമ്മിൽ യോജിപ്പിച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റേ ഭാഗത്തേക്കൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബ്ലാക്ക് പീസിൻ്റെ ചീത്ത വശത്ത് ഈ ക്യാൻവാസ് വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. അതേപോലെ ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരികെ ഒന്ന് ഉള്ളോട്ടേക്ക് മടക്കി തയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക്
ഉള്ളോട്ടേക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യത്തിനുള്ള പീസ് അവിടെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തുള്ള ബാക്കി പീസൊക്കെ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത ഇതേപോലെ ഇത് ഉള്ളോട്ടേക്ക് മടക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ ലൈനിലൂടെ മടക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് ഉള്ളോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം ഞാനിതവിടെ ഇതേപോലെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാക്സിൻ്റെ ഫ്രണ്ട് പീസിൽ വെച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് നെക്കിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ ഇതേപോലെ സെൻറ്ററും ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് നീളത്തിൽ ഒന്ന് താഴത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടും ജോയിൻ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഈ നെക്ക് ഇതേപോലെ ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ ഉള്ളിലുള്ള ഈ പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതിൻ്റെ തുന്നൽ തുമ്പ് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് വെട്ടിട്ട് കൊടുക്കണം. സ്റ്റിച്ചിന് കുടുങ്ങാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം ഇത് നമുക്ക് നൈറ്റിൻ്റെ നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലൂടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിലെയും പിന്നെ ഈ ഒരറ്റത്ത് കൂടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലീറ്റ് തെറ്റാതെ ശ്രദ്ധിക്കണം. പ്ലീറ്റ് അതേപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരറ്റത്ത് കൂടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡത്തെ നെക്ക് സ്റ്റിച്ച് ചെയ്യാണ്ട് അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലോത്തിൻ്റെ നല്ല വശത്ത് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതേ നെക്കിൻ്റെ ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമുക്ക് ഇങ്ങനത്തെ പീസ് അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ, എങ്ങനെ ആയാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേ സ്റ്റിച്ചിൻ്റെ അടുത്തൂടെ നമുക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വെട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം ഈ നെക്ക് പീസ് നമുക്ക് ഇതിൻ്റെ ചീത്ത വശത്തേക്ക് ഇതേപോലെ ഒന്ന് മറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മടക്കി തയ്ക്കാൻ വേണ്ട ആവശ്യത്തിനുള്ള പീസ് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്ക് ഇത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് വശവും ബാക്ക് വശവും ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിന് നമുക്ക് ഫ്രണ്ട് വശവും ബാക്ക് സൈഡും ഇതേപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം രണ്ട് സൈഡിലെയും ഷോൾഡർ അരയിഞ്ച് തുന്നൽ തുമ്പ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് ജോയിൻ ചെയ്യാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് സ്ലീവിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾക്ക് ഇപ്പോൾ മാർക്ക് ചെയ്ത ഈ സെൻറ്ററും നൈറ്റിയുടെ ഷോൾഡറും തമ്മിൽ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെ നൈറ്റി ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വിട്ട 2 ഇഞ്ച് സീം അലവൻസ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ രണ്ട് സൈഡിലും നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത അടിവശം കൂടി മടക്കി അടിച്ചാൽ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.